ഹലോ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ നറുക്കെടുപ്പുമായിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും കുഞ്ഞാന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു. ഒരുപാട് പൈസയിട്ട് കുഞ്ഞാൻ മുങ്ങി. ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത്? ഓനക്ക് പറയാൻ ന്യായമില്ല, വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ച് പറയാനുള്ളത് ഞങ്ങളോട് പറയണം. ആദ്യം തന്നെ പറയാണ്, തെറി കമന്റുകൾ ഇട്ടോളി. അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിൽ എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലെ പക്ഷേ കണ്ടിട്ട് നമുക്ക് കണ്ടു കുഞ്ഞാനെ ജനുവായിട്ട് എടുത്തൊരു സംഗതി തന്നെയാണ്. പക്ഷെ അത്രയും ആളുകളെ വെച്ചുകൊണ്ട് പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്തിട്ട് അത്രയും ആളുകളവിടെ ചുറ്റുവട്ടം നിൽക്കണമുണ്ട്. എന്നിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഇത് കാട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല്. നീ കുഞ്ഞാന് പറയാല്ല എന്താ കേൾക്കാമല്ലോ. ഒരുപാട് അതിൻ്റെ വിശദീകരണം നൽകുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെ തന്നെയാണ് ആളുകൾ. കുഞ്ഞാൻ്റെ കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കാം. 1000 ടിക്കറ്റ് വേറെ അടിച്ചു. ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 8300 ചില്ലാന ടിക്കറ്റാണ് പോയിക്കുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് 22,000ന്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട്, അതൊക്കെ എങ്ങനെ വെച്ചു. ഇതാണല്ലോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു. അതേപോലെ ഓരോ സ്ഥാപനത്തില്, കടകളില്, അവിടുത്തെ നാട്ടുകാരെ കയ്യിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നറുക്കെടുക്കണീന്റെ ഒരു അരമണിക്കൂർ വരെ 5 മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാർ ബുക്കേറ്റ് വന്നാണ്ട് ഒക്കെ നമ്മൾ ചിന്തിയാണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രൊമോഷൻ ചെയ്തത് തന്നെയാണ്. ഞാൻ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇതേപോലെ ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന യൂട്യൂബർമാരൊക്കെ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അവസാനം വന്നത് ഇഞ്ച പെരടിയിൽ. ഇപ്പൊ എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെ പേരിലാണ് ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളുള്ളത്. വയനാടിലെ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പ്രൈസ് അടിച്ചത്. അപ്പൊ ഈ വയനാടിലെ ഷാഫിയും നാസർ ഖാന്റെ മകനും തമ്മിൽ പിന്നെ കണക്ഷൻസ് ഉണ്ട്, സുഹൃത്തുക്കളാണ്. അതേപോലെ നാസർ ഖാന്റെ ഭാര്യ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട്. അപ്പൊ ഞാൻ നാസർ ഖാക്ക് എന്ന് വിളിച്ചു. നാസർ ഖാക്ക് വിളിച്ചാണ്ട് നാസർ ഖാനെ വിളിച്ചു, അല്ല നാസർ ഖാ, ശരിക്കും നിങ്ങളെ പെണ്ണുങ്ങളെ പേര് എവിടെയാണ് വെച്ചു. ഇതൊന്നും വെച്ച് ചോദിച്ചിട്ട് ആവശ്യമില്ല. കാരണം നിങ്ങളോട് പറയുന്നതെന്താ പറയുക, ഒരുപാട് വീഡിയോ വരികയുള്ളൂ. അപ്പൊ കുടുംബകാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ ഇതിൽ എടുത്തിടുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ നാസർക്ക് എന്നോട് പറഞ്ഞത്, എടാ എന്റെ ഭാര്യ വീട് കണ്ണൂർ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ഭാര്യ വീട്. അപ്പൊ മക്കൾ എത്രയാണെന്നല്ല വെച്ചാല്, കാരണം ഞാൻ ആ പെരയിൽ നിന്നുകൊണ്ട് 3 മക്കളാണ്, മക്കളാണുള്ളത്. 2 ടിപ്പർ ലോറിയിലാണ് പോണത്. അതേപോലെ 1 ബാംഗ്ലൂർ യൂബർ ഓടിക്കാണ്. 1000 ടിക്കറ്റ് വേറെ അടിച്ചു. ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 8300 ചില്ലാന ടിക്കറ്റാണ് പോയിക്കുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് 22,000ന്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട്, അതൊക്കെ എങ്ങനെ വെച്ചു. ഇതാണല്ലോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു. അതേപോലെ ഓരോ സ്ഥാപനത്തില്, കടകളില്, അവിടുത്തെ നാട്ടുകാരെ കയ്യിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നറുക്കെടുക്കണീന്റെ ഒരു അരമണിക്കൂർ വരെ 5 മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാർ ബുക്കേറ്റ് വന്നാണ്ട് ഒക്കെ നമ്മൾ ചിന്തിയാണ്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജനൂനാണ് എന്നുള്ളത്. നേരെ മറിച്ച് നാസറാക്കിയാണ് എടുത്തിക്കണത്. ഇനിയിപ്പോ നിങ്ങൾ വിവാദം ഉണ്ടാക്കിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനത് അന്വേഷിക്കേണ്ട ബാധ്യസ്ഥരാണ്. പിന്നെ ഇങ്ങനൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതിന്റെ വൈത്താരെ ഇനി കൊണ്ട്. കാരണം എന്താ പറയുക, ഈ കള്ളെന്നുള്ള പേര് വേറെ ഒരുപാട് വിവാദത്തിലും കാര്യങ്ങളിലും ഞാൻ പെട്ടിട്ടുണ്ട്. ഇന്നേ വരെ 8-9 കൊല്ലമായി സോഷ്യൽ മീഡിയയിൽ, ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പേര് ദോഷം എനിക്ക് വന്നിട്ടില്ല. അത് വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കൂല. ഇഞ്ച നിരപരാധിത്വം തെളിയിക്കേണ്ടത് അത് ഇഞ്ച ആവശ്യമാണ്. അതിനും വേണ്ടി ഞാൻ ഏത് അറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. അതിൽ പിന്നെ കുഞ്ഞാൻ തന്നെ പറയുന്നുണ്ട്, വേറെ യൂട്യൂബേഴ്സ് കുറെ വന്ന് വീഡിയോസ് ഇട്ടിക്കണെന്നൊക്കെ. പക്ഷേ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ യൂട്യൂബേഴ്സിനൊന്നും കാണാനുമില്ല. അതിൽ കുഞ്ഞാനാണ് ഇപ്പം നമുക്ക് അതിൽ കാണുന്നത്. എന്തായാലും അതിൻ്റെ വിശദീകരണം ഫുള്ളായിട്ട് ഒന്ന് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ അന്വേഷിക്കുന്നുണ്ട്, ഓന് നിരപരാധിത്വം തെളിയിക്കുന്നു പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇങ്ങനെ ചതികളൊന്നും ഇല്ലാതിരിക്കട്ടെ.